സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താത്കാലിക വിസി നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഇന്നലെയാണ് വന്നത്. ഇന്നിപ്പോൾ വന്ന വാർത്ത, പ്രധാനപ്പെട്ട വാർത്ത, വിധിക്കെതിരെ രാജ്ഭവൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നതാണ്. നാളെ ഹർജി ഫയൽ ചെയ്യും. വിസി നിയമനത്തിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ പാനൽ തയ്യാറാക്കി ഗവർണർക്ക് നൽകും. ഗവർണർ ജനാധിപത്യപരമായി നടപടിയെടുക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വിസി നിയമനങ്ങൾ സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നാകണമെന്നാണ് ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചുകൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഈ വിധി തിരിച്ചടിയായ പശ്ചാത്തലത്തിലാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. നാളെ ചാൻസലറായ ഗവർണർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുമെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം. സർക്കാരിനോട് കൂടിയാലോചിച്ച് സർക്കാരിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്ന് തിരഞ്ഞെടുത്ത് നൽകുകയാണ് ചാൻസലർ ചെയ്യേണ്ടതെന്നും കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. ഉടനെ പാനൽ തയ്യാറാക്കി നൽകും. ഡിജിറ്റൽ സർവകലാശാലയുടെയും സാങ്കേതിക സർവകലാശാലയുടെയും നിയമാവലിയിൽ താൽക്കാലിക വിസി നിയമനങ്ങൾ സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നാകണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മേൽക്കോടതി സമീപിച്ചാലും രാജ്ഭവന് അനുകൂല വിധി കിട്ടണമെന്നില്ല. എന്നാൽ മറ്റൊരാവശ്യമാണ് രാജ്ഭവൻ സുപ്രീം കോടതിക്ക് മുന്നിൽ വെക്കാൻ പോകുന്നതെന്നാണ് സൂചന. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ എല്ലാം താൽക്കാലിക വിസി നിയമനം സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കണമെന്നായിരിക്കും രാജ്ഭവൻ ഉന്നയിക്കാൻ പോകുന്ന ആവശ്യം. ഗവർണറെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധിപനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയാൽ താൻ ചെയ്ത പെശകിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് മാന്യമായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയാം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നതിന് പിന്നാലെ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വിസി നിയമനത്തിന് സർക്കാർ നടപടി തുടങ്ങി. നേരത്തെ ശുപാർശ ചെയ്ത പട്ടിക പുതുക്കിക്കൊണ്ടായിരിക്കും ഗവർണർക്ക് കൈമാറുക. സാങ്കേതിക സർവകലാശാലയിൽ നേരത്തെ ശുപാർശ ചെയ്ത പട്ടികയിൽ ഒരാൾ വിരമിച്ചു. പുതിയ ആളെ ഉൾപ്പെടുത്തിയാകും ഇവിടെ പട്ടിക നൽകുക. ഡിജിറ്റൽ സർവകലാശാലയിൽ നേരത്തെ നൽകിയ പട്ടിക അതേപടി നൽകാനാണ് ധാരണ. ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന ഈ നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കാരണം കുളമായി മാറിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം. താൽക്കാലിക വിസി നിയമനത്തിൻ്റെ കാര്യത്തിൽ ഗവർണർ ജനാധിപത്യപരമായി പെരുമാറണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ പ്രതികരണം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഗവർണർ സ്ഥാനമൊഴിയണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുളമായെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24.